അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിലുള്ള കുക്കർ പാൽ പായസം എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കർ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടുള്ളതായിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. കറികളൊക്കെ ഉണ്ടാക്കിയ കുക്കറാണെങ്കിൽ നന്നായി വാഷ് ചെയ്യണം, അല്ലെങ്കിൽ പാൽ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല വൃത്തിയായ കുക്കറിലോട്ട് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് അരിയാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉണക്കലരിയാണ്. പായസം റൈസ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ഉണക്കലരി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായി നമ്മുടെ കഞ്ഞിയൊക്കെ വെക്കുന്ന അരിയിലെ പൊടിയരി ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഇതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പൊ ഞാനിവിടെ 1/2 ഗ്ലാസ് അരിയുടെ അളവാണ് പറയുന്നത്. 1/2 ഗ്ലാസ് അരി 20 മിനിറ്റ് മുമ്പ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക. അപ്പൊ കൂടുതൽ നേരം വെള്ളത്തിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നന്നായി കൈ വെച്ചൊന്ന് ഞരടി വാഷ് ചെയ്തതിന് ശേഷം അപ്പോൾ ഒന്ന് പൊടിയും ഈ അരി. അതിനുശേഷം നമ്മൾ ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ഗ്ലാസ് വെള്ളം. ഏത് കപ്പിലാണോ നിങ്ങൾ അരി എടുക്കുന്നത് സെയിം കപ്പിൽ തന്നെ അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ 1/2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം, നോർമൽ വെള്ളം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് 4 ഗ്ലാസ് പാല്. മൊത്തം 4 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പോളം പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് ഡിപ്പെൻസ് കേട്ടോ. ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് അടപ്പ് ഓൺ ചെയ്യുക. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പാല് നന്നായി തിളപ്പിച്ചെടുക്കുക. പാല് നന്നായി തിളപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് പിന്നെ കുക്കർ അടയ്ക്കാൻ പാടുള്ളൂ, അല്ലാതെ കുക്കർ അടയ്ക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി തിളക്കട്ടെ. ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ പാല് നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം, എന്നിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അത് നമുക്ക് 15 മിനിറ്റ് കുക്ക് ചെയ്യണം. കുക്കർ അടച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് പ്രഷർ മാറിയിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കറക്റ്റ് കുക്കായിട്ടുണ്ട്. പാകത്തിന് ആ തിക്നെസ്സും വന്നിട്ടുണ്ട്. ഇനി ഇതിനവസാനമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നുള്ളു ഉപ്പ് മാത്രമാണ്. ആ ഷുഗറിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ ഞാൻ ഇതിലോട്ട് അണ്ടിപ്പരിപ്പോ കിസ്മിസോ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും താളിച്ച് ചേർക്കാം. ഞാൻ പണ്ട് പറയാറുള്ള പോലെ തന്നെ ഒരു അമ്പലത്തിലത്തെ ഒരു പ്രതീതി കിട്ടാൻ വേണ്ടി തുളസിയില മാത്രമാണ് ഇടുന്നത്. ചെത്തി കിട്ടുമ്പോൾ ചെത്തി ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് മാത്രം ഞാൻ ഇടാൻ പോവാണേ, ഒരു നുള്ളു മാത്രം ചെയ്ത് കൊടുക്കാം. മധുരം ഒന്ന് നോക്കട്ടെ കേട്ടോ. അരേ വാ, അടിപൊളിന്ന് അടിപൊളിയുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് തുളസിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കട്ടെ. ആ ഒരു നല്ലൊരു അമ്പലത്തിലെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തുളസിയുടെ ഇല, അത് കൃഷ്ണ തുളസിയുടെ ഇലയാണ് ഇടേണ്ടത് കേട്ടോ. രാമതുളസി അല്ല, കൃഷ്ണ തുളസി. ശരിക്കും നമ്മൾ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ആ പാൽപ്പായസത്തിൻ്റെ ഒരു വാസനയും രുചിയൊക്കെയാണ് അസലായിട്ടുണ്ട്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.